ഹലോ ഫാമിലി, വെൽക്കം ടു അവർ ന്യൂ ചാനൽ ആര്യ ബി മാഡ്നസ്. ഞാൻ അബി. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തിയാണ്. ഒട്ടും ഓയിൽ ചേർക്കാതെ കുറച്ച് മാത്രം നെയ്യ് ഉപയോഗിച്ചാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് നമ്മളിവിടെ സ്മോൾ കട്ട് ചിക്കൻ പീസാണ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി മന്തി ഉണ്ടാക്കാൻ മന്തി കട്ട് ചിക്കൻ ആയിരിക്കും ഏറ്റവും ബെറ്റർ. സോ ഒരു ചിക്കനെ നമുക്ക് 8ആയി കട്ട് ചെയ്തെല്ലാം വാങ്ങിക്കാവുന്നതാണ്. സോ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർക്കോ അല്ലെങ്കിൽ കത്തി വെച്ചോ കുത്തി അതിനെ ഒന്ന് ടെൻഡറാക്കി എടുക്കേണ്ടതാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല നല്ലതാണ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. സ്മോൾ കട്ട് ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. സോ ചിക്കനെ നമുക്ക് ഒരു പാനിലേക്ക് ഇതുപോലെ നിരത്തി വെക്കാം. ഒന്നിന് മേൽ ഒന്ന് വരാത്ത രീതിയിൽ തന്നെ നിരത്തി വെക്കാം. സോ അതിനുശേഷം നമുക്ക് വേണ്ടത് കുറച്ച് പെപ്പറാണ്. സോ 1.25 ടീസ്പൂൺ പെപ്പറാണ് നമുക്ക് ആവശ്യം. അതിനുശേഷം നമുക്ക് കുറച്ച് ക്യാപ്സിക്കം ആവശ്യമുണ്ട്. ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പാതി മുറിച്ച് ചെറുതായി അരിഞ്ഞ് ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മാഗി ക്യൂബ്സാണ് ആവശ്യം. സോ മാഗി ക്യൂബ്സ് 2 ഞാൻ എടുക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒമാനിലാണ്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മാഗി ക്യൂബ്സിന് ഉപ്പ് നല്ല കുറവാണ്. സോ അതനുസരിച്ച് നമ്മൾ 2 മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മാഗി ക്യൂബിൻ്റെ ഉപ്പ് അനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. ഇതുപോലെ നമുക്ക് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യം 2 ടേബിൾ സ്പൂൺ മല്ലിയിലയാണ്. ചെറുതായി കട്ട് ചെയ്ത 2 ടേബിൾ സ്പൂൺ മല്ലിയില നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മിൻറ്റ് ലീവ്സ് ആവശ്യമുണ്ട്. മിൻറ്റ് ലീവ്സും അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിവിടെ ആവശ്യമായിട്ട് വരുന്നത് ഫുഡ് കളറാണ്. ഞാനിവിടെ റെഡ് കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ ഡെക്കറേഷന് വേണ്ടിയിട്ടും ചിക്കന് കുറച്ച് ഭംഗി കിട്ടാനും വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. നമുക്കിതിനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് കുറച്ച് നേരം മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു മണിക്കൂറോളം നമുക്ക് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം നമുക്ക് പാൻ ഫ്രിഡ്ജിൽ നിന്നെടുത്ത് സ്റ്റൗവിലേക്ക് വെക്കാം. തണുത്തിരിക്കുന്നതിനാൽ കുറച്ച് ഫ്ലെയിം കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തണുപ്പൊന്ന് മാറിക്കിട്ടും. ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ. 10 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്നു നോക്കാം. സോ അപ്പോഴേക്കും ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ്, 1 ടീസ്പൂൺ നെയ്യോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് എല്ലാ ചിക്കനും തിരിച്ചിട്ട് കൊടുക്കാം. ഓരോ ചിക്കനായി തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം തിരിച്ചിട്ടതിന് ശേഷം നമുക്കിനി ആവശ്യമായി വരുന്നത് കുരുമുളകാണ്. 1 ടേബിൾ സ്പൂണോളം കുരുമുളക്, മുഴുവൻ കുരുമുളകാണ്, നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അടച്ചു വെച്ച് വീണ്ടും ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ്റെ വേവ് നോക്കാം. വെള്ളമെല്ലാം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ ചിക്കനും ഒരു പാനിലേക്ക് മാറ്റി ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആയിട്ടിരിക്കുന്നത് കഴിക്കാൻ നല്ല രസമായിരിക്കും. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചിക്കനും ഇതുപോലെ പാനിലേക്ക് മാറ്റിയതിന് ശേഷം ഓരോ സൈഡും 3 മിനിറ്റ് വീതം ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ചിക്കൻ ഉണ്ടാക്കിയ പാനിൽ റൈസ് ഉണ്ടാക്കാം. ഞാനിന്നിവിടെ എടുക്കുന്നത് ബസ്മതി റൈസാണ്. 1 കപ്പ് ബസ്മതി റൈസ് 15 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തത്. 1 കപ്പ് ബസ്മതി റൈസിന് 1.5 ഗ്ലാസ് വെള്ളം നമുക്ക് വേണ്ടി വരും. സോ 1.5 ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് സ്പൈസ് ആണ്. അതിനായി 3 ഗ്രാമ്പു, ചെറിയൊരു കറുവപ്പട്ട, 1 ഏലക്കയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മാഗി ക്യൂബ്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ച് ഫ്ലേവറിനായിട്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് തിളപ്പിക്കാൻ വയ്ക്കാം. ഈ സമയത്ത് നമ്മളുടെ ചിക്കൻ ഒരു സൈഡ് വെന്തിട്ടുണ്ടാവും. സോ നമുക്ക് അതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. 3 മിനിറ്റ് നേരം അതിരുന്ന് ഫ്രൈ ആകട്ടെ. നമ്മുടെ വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരി ഇടാം. 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത അരി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. മാഗി ക്യൂബ്സ് ഇട്ടതുകൊണ്ട് തന്നെ നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. ഒന്ന് മേലെ നിൽക്കണ ഉപ്പ്. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ചിക്കൻ ഈ സമയം കൊണ്ട് ഓക്കെ ആയിട്ടുണ്ട്. 3 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. പത്ത് മിനിറ്റിന് ശേഷം നമ്മളുടെ അരി ഒരു 90% വെന്തിട്ടുണ്ട്. നമുക്കിനി മൂടി മാറ്റി ഓരോ ചിക്കൻ പീസായി മേളിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മളിനി ദം ചെയ്യാൻ പോവുകയാണ്. അപ്പോഴേക്കും ബാക്കിയുള്ള അരി കൂടെ വെന്തോളും.
ഗാർണിഷ് ചെയ്യാനായി നമുക്ക് കുറച്ച് മല്ലിയില ചെറുതായി അരിഞ്ഞത് ഇതുപോലെ വിതറാം. നമുക്കിനി ആവശ്യമായി വേണ്ടത് ഒരു അലുമിനിയം ഫോയിലാണ്. ദം ചെയ്യാനാണ്. ഒരു അലുമിനിയം ഫോയിൽ എടുത്ത് ഇതുപോലെ സെറ്റ് ചെയ്ത് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം മാത്രം തുറക്കുക. അപ്പോഴേക്ക് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ടാവും. നമുക്കിനി മന്തി സെർവ് ചെയ്യാം. ആദ്യമേ ചിക്കൻ പീസ് എടുത്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് റൈസ് ചെറുതായി എടുത്തു തുടങ്ങാം. നമ്മളിതിൽ ഓയിലൊന്നും ചേർക്കാണ്ട് 1 ടീസ്പൂൺ നെയ്യ് കൊണ്ട് മാത്രമാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹെൽത്തി ഫുഡായിട്ട് നമുക്കിനെ കണക്കാക്കാം. എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നല്ല ഫ്ലേവറുള്ള മന്തിയാണ്. നമ്മളിവിടെ സൈഡായിട്ട് മയണൈസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതും ഒരു ഹെൽത്തി വേയിൽ തന്നെയാണ്. റെസിപ്പി വേണമെന്നുള്ളവർ കമൻറ്റ് ഇടണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, ബൈ.